ചില ആളുകൾക്ക് ജീവിതം ഒരു പരീക്ഷണമാണ്, എന്നാൽ മറ്റു ചിലർക്ക് അതൊരു അത്ഭുത കഥയാണ്. എന്നാൽ സ്റ്റീഫൻ ഹോക്കിങ്സിനെ സംബന്ധിച്ച് തനിക്ക് തൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഇവ രണ്ടുമായിരുന്നു. ശരീരം ഒരു തടവറയ്ക്ക് തുല്യമായിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സ് സ്വതന്ത്രമായിട്ട് സഞ്ചരിച്ചു, ബ്രഹ്മാണ്ടത്തിൻ്റെ അതിരുകൾ വരെ. ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ലോകത്തെ ഒന്നടങ്കം വിസ്മയിപ്പിച്ച സ്റ്റീഫൻ ഹോക്കിങ്സ് എന്ന മഹാപ്രതിഭയെ പറ്റിയിട്ടാണ്. നിങ്ങൾ ഞാൻ ക്ഷണിക്കുന്നു രഹസ്യങ്ങളുടെ മാന്ത്രിക ലോകത്തേക്ക്. വെൽക്കം ബാക്ക് ടു ദ സീക്രട്ട് ബുക്ക്. സ്റ്റീഫൻ വില്യം ഹോക്കിങ്സ് ജനിക്കുന്നത് 1942 ജനുവരി 8-നാണ്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഗലീലിയോ ഗലീലി മരിച്ചിട്ട് കൃത്യമായിട്ട് 300 വർഷം പിന്നിടുന്ന ആ ദിവസം. ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡിൽ ജനിച്ചു വളർന്ന സ്റ്റീഫൻ വളരെയധികം മിതഭാഷിയായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. സ്കൂൾ കാലഘട്ടത്തിൽ വളരെയധികം മികച്ച മാർക്കുകളൊന്നും തനിക്ക് കരസ്ഥമാക്കാനായിട്ട് സാധിച്ചില്ല എങ്കിലും വളരെയധികം സങ്കീർണമായിട്ടുള്ള കാര്യങ്ങൾ പോലും വളരെയധികം നിസ്സാരമായിട്ട് മനസ്സിലാക്കിയെടുക്കാനായിട്ടുള്ള കഴിവ് ആ ഒരു കുട്ടിക്ക് ഉണ്ടായിരുന്നു. ഈ ഒരു കാരണം കൊണ്ട് തന്നെ തൻ്റെ സുഹൃത്തുക്കളെല്ലാം ഐൻസ്റ്റീൻ എന്നായിരുന്നു തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. 1959 കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ഫിസിക്സ് പഠിക്കാനായിട്ട് ചേർന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം പൂർണ്ണമായിട്ട് മാറി മറിയുകയാണ്. തൻ്റെ 21ാമത്തെ വയസ്സിൽ തനിക്ക് ചില അപൂർവമായിട്ട് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. അതായത് നടക്കുമ്പോൾ വളരെയധികം തളർച്ച അനുഭവപ്പെടുന്നു. കയ്യിൽ എന്തെങ്കിലും ഭാരമുള്ള വസ്തുക്കളോ എങ്കിൽ എടുത്തു കഴിയുമ്പോൾ ബാലൻസ് നഷ്ടപ്പെട്ട് താഴേക്ക് വീഴുന്ന അവസ്ഥ. ഇതിനെ പറ്റിയിട്ട് ഡോക്ടർമാർ പരിശോധന നടത്തി കഴിഞ്ഞപ്പോൾ ലഭിച്ചിട്ടുണ്ടായിരുന്ന വാർത്ത എന്ന് പറയുന്നത് എല്ലാവരെയും ഒന്നടങ്കം ഞെട്ടിച്ച ഒന്നായിരുന്നു. അമ്യോട്രോഫിക് ലാറ്ററൽ സിറോസിസ് അഥവാ ALS, അതിമാരകമായിട്ടുള്ള ഒരു മോട്ടോർ ന്യൂറോൺ രോഗം. കാലക്രമേണ ശരീരത്തിലെ മുഴുവൻ പേശികളെയും നശിപ്പിക്കാനായിട്ടുള്ള കഴിവ് ഈ ഒരു രോഗത്തിന് ഉണ്ടായിരുന്നു. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഡോക്ടർമാർ സ്റ്റീഫനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിനക്ക് ഇനി അവശേഷിക്കുന്നത് കേവലം 2 വർഷം മാത്രമാണ് എന്നായിരുന്നു. എന്നാൽ കേവലം 21 വയസ്സ് മാത്രം പ്രായമുള്ള സ്റ്റീഫൻ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ആകെ തകർന്നു പോവുകയാണ്. എന്നാൽ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കാനായിട്ട് അദ്ദേഹം തയ്യാറായിരുന്നില്ല. തൻ്റെ ശരീരത്തെ മാത്രമേ രോഗത്തിന് കീഴ്പ്പെടുത്താനായിട്ട് സാധിക്കൂ, തൻ്റെ ചിന്തകളെ കീഴ്പ്പെടുത്താനായിട്ട് കഴിയുകയില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ അദ്ദേഹം മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിക്കുകയാണ്. കാംബ്രിഡ്ജിൽ ഗവേഷണം തുടർന്ന സ്റ്റീഫൻ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ടായിരുന്നത് ഒരൊറ്റ വിഷയത്തിലേക്ക് മാത്രമായിരുന്നു: ബ്രഹ്മാണ്ടത്തിൻ്റെ ഉത്ഭവം. അദ്ദേഹം ചോദിച്ചത് ഇപ്രകാരമായിരുന്നു: ബിഗ് ബാങ് എങ്ങനെ ആരംഭിച്ചു? അതിനു മുൻപ് എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ഇതിനെ വിശദീകരിക്കാനായിട്ട് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു തിയറി എന്ന് പറയുന്നത് ദ സിംഗുലാരിറ്റി തിയറി എന്ന് പറയുന്ന ഒരു തിയറി ആയിരുന്നു. അതായത് സമയം, സ്ഥലം എന്നിവയെല്ലാം ഒരൊറ്റ ബിന്ദുവിൽ നിന്നാണ് ആരംഭിച്ചത് എന്ന ആശയം. പിന്നീട് മറ്റൊരു ശാസ്ത്രജ്ഞനായ റോജർ പെൻറോസിനോടൊപ്പം ചേർന്ന് ഐൻസ്റ്റീൻ്റെ ജനറൽ റിലേറ്റിവിറ്റി പ്രകാരം ബ്രഹ്മാണ്ടം ഒരിക്കൽ ഒരൊറ്റ ബിന്ദുവിൽ നിന്നാണ് വികസിച്ചത് എന്ന് അദ്ദേഹം തെളിയിക്കുകയാണ്. എന്നാൽ അതിനുശേഷം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം ലോകത്തെ ഒന്നടങ്കം ആശ്ചര്യപ്പെടുത്തിയ ഒന്നായിരുന്നു. അതായത് ബ്ലാക്ക് ഹോൾസ് ആർൻഡ് കംപ്ലീറ്റ്ലി ബ്ലാക്ക്, അഥവാ ബ്ലാക്ക് ഹോൾസ് എന്നറിയപ്പെടുന്നത് പൂർണ്ണമായി കറുത്ത നിറത്തിലുള്ള ഒരു പ്രതിഭാസമല്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ചെറിയ രീതിയിലുള്ള ഒരു ബ്ലാക്ക് ഹോളിൽ നിന്ന് പോലും റേഡിയേഷൻ പുറത്തേക്ക് വരുമെന്നും അദ്ദേഹം കണ്ടെത്തി. ഈ ഒരു കണ്ടെത്തലിനെയാണ് ഇന്ന് ഹോക്കിംഗ് റേഡിയേഷൻ എന്ന പേരിൽ ലോകം വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാലങ്ങൾ കഴിഞ്ഞു പോകെ അദ്ദേഹത്തിന്റെ രോഗവും അതിവേഗത്തിൽ തന്നെ വളരാനായിട്ട് ആരംഭിക്കുകയാണ്. ഏകദേശം 1970 ആയപ്പോഴേക്കും അദ്ദേഹത്തിന് സംസാരിക്കാനോ അതോടൊപ്പം തന്നെ നടക്കാനോ ഒന്നും പൂർണ്ണമായിട്ട് കഴിയാത്ത അവസ്ഥയിലേക്ക് മാറുകയാണ്. ഒരപകടത്തിൽ അദ്ദേഹത്തിൻ്റെ ശ്വാസനാളം പൂർണ്ണമായിട്ട് നശിച്ചത് മൂലം അദ്ദേഹത്തിൻ്റെ സംസാരശേഷി തന്നെ നഷ്ടപ്പെടുകയാണ്. എന്നാൽ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ഇവയൊന്നും മതിയായിരുന്നില്ല. കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു വോയിസ് സിന്തസൈസർ വഴി അദ്ദേഹം വീണ്ടും സംസാരിക്കാനായിട്ട് ആരംഭിക്കുകയാണ്. ഈ ഒരു ശബ്ദമാണ് ഇന്ന് ലോകമൊട്ടാകെ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദ ഹോക്കിങ്സ് റോബോട്ടിക് വോയിസ് എന്ന് അറിയപ്പെടുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്രകാരമായിരുന്നു: ഐ ഹാവ് സോ മച്ച് ടു ലീവ് ഫോർ. എനിക്ക് ജീവിക്കാൻ ഇത്രയധികം കാരണങ്ങളുണ്ട് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തൻ്റെ ഭാര്യയായിട്ടുള്ള ജെയിനിൻ്റെ സഹായത്തോടു കൂടിയും അതോടൊപ്പം തന്നെ കുട്ടികളോടുകൂടിയും ഗവേഷണങ്ങളോടുകൂടിയും അദ്ദേഹത്തിൻ്റെ ജീവിതം വീണ്ടും മുന്നോട്ട് പോയി. 1988 ദ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന് പറയുന്ന പുസ്തകം അദ്ദേഹത്തെ ലോക പ്രശസ്തനാക്കി മാറ്റുകയാണ്. സാധാരണക്കാരനായ വായനക്കാർക്ക് പോലും
വളരെ എളുപ്പത്തിൽ ബ്രഹ്മാണ്ടത്തിൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ആ ഒരു പുസ്തകം സഹായിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പുസ്തകം എന്ന് പറയുന്നത് മില്യൺസ് ഓഫ് കോപ്പികളാണ് ലോകമെമ്പാടും വിറ്റുപോയത്. അങ്ങനെ സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന വ്യക്തിയുടെ പേര് ലോകമൊട്ടാകെ മുഴങ്ങാനായിട്ട് ആരംഭിച്ചു. പിന്നീട് ദ യൂണിവേഴ്സ് ഇൻ എ നട്ട്ഷെൽ, ഗ്രാൻഡ് ഡിസൈൻ തുടങ്ങിയിട്ടുള്ള പുസ്തകങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ടായിരുന്നു. തൻ്റെ ജീവിതം മുഴുവൻ അദ്ദേഹം തൻ്റെ ഗവേഷണങ്ങൾ മൂലം ലോകത്തിന് വലിയൊരു പ്രചോദനമായിട്ട് മാറുകയാണ്. 2018 മാർച്ച് 14 ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ജന്മദിവസം തന്നെ സ്റ്റീഫൻ ഹോക്കിംഗ് ഈ ലോകത്തോട് വിട പറയുകയാണ്. ഏകദേശം 76 വയസ്സ് വരെ ജീവിച്ചു എന്ന് പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയൊരു അത്ഭുതം തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അവസാന വാക്കുകൾ എന്ന് പറയുന്നത് റിമെമ്പർ ടു ലുക്ക് അപ്പ് അറ്റ് ദി സ്റ്റാർസ് ആൻഡ് നോട്ട് ഡൗൺ അറ്റ് യുവർ ഫീറ്റ്, അഥവാ നക്ഷത്രങ്ങളിലേക്കാണ് നോക്കേണ്ടത്, കേവലം കാൽപ്പാടുകളിലേക്കല്ല എന്ന അദ്ദേഹത്തിൻ്റെ മഹത്തായിട്ടുള്ള സന്ദേശം നൽകിയിട്ടാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്നത്. സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ഈ ഒരു കഥ നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതം എത്ര തന്നെ കടുപ്പമായാലും മനസ്സിന് അതിരുകളില്ല എന്ന വലിയൊരു സന്ദേശമാണ്. ശരീരം തളർന്നാലും സ്വപ്നങ്ങൾ ഒരിക്കലും നിശ്ചലമാകരുത് എന്ന വലിയൊരു പാഠം. സോ നമ്മൾ ജീവിതത്തിൽ ഡീമോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന സമയങ്ങളിൽ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ഈ ഒരു കഥയെ പറ്റിയിട്ട്, അല്ലെങ്കിൽ അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ പീഡകളെ പറ്റിയിട്ട് നമുക്ക് ഒന്ന് ആലോചിക്കാം. സോ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി കാണാം. സോ അണ്ടിൽ ദെൻ, ഇറ്റ്സ് മീ ജസ്വിൻ ഫ്രം സീക്രട്ട് ബുക്ക്, സൈനിങ് ഓഫ്.